കർത്താവായ യേശുക്രിസ്തുവിന് എന്നേക്കും മഹത്വം. നാം ഈ പ്രപഞ്ചത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. മനുഷ്യനിർമ്മിതമല്ലാത്ത എന്തെല്ലാം സൃഷ്ടവസ്തുക്കളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആകാശം, ഭൂമി, സമുദ്രം, മഴ, മഞ്ഞ്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മലകൾ, സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇടിമിന്നലുകൾ, പകൽ, രാത്രി, ഇരുട്ട്, വെളിച്ചം. സമുദ്രത്തിനടിയിൽ കോടാനുകോടി ജീവികളും സസ്യങ്ങളും ധാതുക്കളും. ഭൂമിയിൽ അനേകതരം പക്ഷികൾ, മൃഗങ്ങൾ, ജീവികൾ, മനോഹരമായ പുഷ്പങ്ങൾ. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തവണ്ണം അനേകം സൃഷ്ടവസ്തുക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്? എല്ലാത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി പുലർത്തുന്നത് ആരാണ്? നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീട്ടുമുറ്റത്ത് കാണുന്ന ഒരു റോസാച്ചെടി എത്ര മനോഹരമാണത്! ആരാണ് അതിനെ ഇങ്ങനെ വിരിയിച്ച് നിങ്ങളുടെ മുമ്പിൽ നിർത്തിയത്? ഇവയെല്ലാം ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ച് ഒരു വലിയ കലാവൈഭവത്തോടു കൂടി ഓരോന്നിനെയും അതിൻ്റെ സ്ഥാനത്ത് ക്രമമായി അലങ്കരിച്ചിരിക്കുന്നു. ആരാണ് ഈ ലോകം മുഴുവനുമുള്ള ജീവജാലങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അവയ്ക്ക് യഥാകാലം കുഞ്ഞുങ്ങളുണ്ടാകുന്നു. സമുദ്രത്തെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. സൂര്യൻ കൃത്യസമയത്ത് തന്നെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. രാത്രി വരുന്നു, നക്ഷത്രങ്ങൾ ആകാശമാകെ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ചന്ദ്രനെ രാത്രിയിലെ പ്രകാശത്തിനായി നിയോഗിച്ചിരിക്കുന്നു. ഇത്രയും കൃത്യമായി ഇവയുടെ സെറ്റിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ്? നമുക്കെല്ലാവർക്കും കലാകാരന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. ചിത്രങ്ങൾ അതിമനോഹരമായി വരയ്ക്കുന്നവരെയും പാട്ടുപാടുന്നവരെയും ഒക്കെ മനുഷ്യർക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്രപഞ്ച സൃഷ്ടാവായ ആ വലിയ കലാകാരനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് ദൈവം ഇങ്ങനെ അനേക കാര്യങ്ങൾ സൃഷ്ടിച്ച് എല്ലാത്തിനെയും അതിൻ്റെ ക്രമത്തിൽ അടുക്കിയിരിക്കുന്നത്? നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ദൈവത്തിൻ്റെ സകല സൃഷ്ടവസ്തുക്കൾക്കും അതിൻ്റേതായ ഒരു അടുക്കും ചിട്ടയും ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. മഴയെ നോക്കിയാൽ അവ അതിൻ്റെ സമയത്ത് തന്നെ പെയ്യുന്നു. പൂക്കളെ നോക്കിയാൽ അവ എത്ര തരം വർണ്ണങ്ങളിലും രൂപങ്ങളിലും ഭാവങ്ങളിലും ലോകം മുഴുവൻ വിരിഞ്ഞു നിൽക്കുന്നു. ഒരു മണൽത്തരി മുതൽ ആകാശം വരെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിപാലനയിലൂടെയാണ് കടന്നു പോകുന്നത്. ഭൂമിയിലെ സകല ജീവജാലങ്ങളും പ്രപഞ്ചം മുഴുവനും ദൈവത്തെ അനുസരിച്ച് വിധേയപ്പെട്ടാണ് ജീവിക്കുന്നത്. ദൈവം അതിഗംഭീരമായ ഒരു പെയിൻറ്റിംഗ് പോലെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ എപ്പോഴും സൃഷ്ടവസ്തുക്കളുടെ മനോഹാരിതയാണ് ആസ്വദിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവം എത്ര മഹത്വപൂർണനും സർവശക്തനും കരുണാമയനും സൗന്ദര്യമേറിയവനുമാണെന്ന് കാണുവാൻ മനുഷ്യന് സാധിക്കുന്നില്ല. ദൈവം എന്തിനു വേണ്ടിയാണ് ഇവയൊക്കെ സൃഷ്ടിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ ഇവയെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇവയെല്ലാം മനുഷ്യൻ്റെ സന്തോഷത്തിനും ഹൃദയാനന്ദത്തിനും വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. അവിടെ ഏൽ എലോഹിം എന്നാണ് ദൈവം വെളിപ്പെടുത്തിയ പേര്. അതിൻ്റെ അർത്ഥം ഗോഡ്, ദ ക്രിയേറ്റർ, സൃഷ്ടാവ്, പരമോന്നതൻ എന്നാണ്. ഈ തിരക്കേറിയ ജീവിതത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മനുഷ്യന് വേണ്ടി ഇത്രയേറെ സന്തോഷവും നന്മയും ഒരുക്കിയിരിക്കുന്ന ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും മനുഷ്യൻ സമയം കണ്ടെത്തണം. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ മനുഷ്യൻ വളരെ അഭിമാനത്തോടു കൂടെയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ നാം അതിനേക്കാളേറെ ഇവയെല്ലാം സൃഷ്ടിച്ച മഹത്വപൂർണനായ എലോഹീം എന്ന യഹോവയായ ദൈവത്തെ സ്നേഹിക്കുവാനും നന്ദി പറയുവാനും ആരാധിക്കാനും മറക്കരുത്. ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടവസ്തുക്കളുടെ മനോഹാരിതയും സൗകുമാര്യവും. ദൈവം നൽകിയ ബുദ്ധി കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ഈ കണ്ടുപിടുത്തങ്ങളുടെ പരമോന്നതിയിൽ എത്തി നിൽക്കുന്നത്. യഹോവയായ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും മനുഷ്യർക്ക് മനസ്സിലാക്കാവുന്നതിനും അപ്പുറമാണ്. സകല ചരാചരങ്ങളിലും ദൈവത്തോട് അനുസരണക്കേട് മറുതലിപ്പും കാണിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. മറ്റുള്ളവയെല്ലാം ദൈവത്തോട് പൂർണ്ണമായി വിധേയപ്പെട്ടും അനുസരിച്ചുമാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം പ്രകൃതിയെയും മരങ്ങളെയും ജീവികളെയും ഒക്കെ ഒരുപാട് സംരക്ഷിക്കുകയും അതിനെപ്പറ്റി ബോധവാന്മാരും അതിനെ സ്നേഹിക്കുന്നവരും ആണ്. പക്ഷേ ഒരു മനുഷ്യൻ ഓരോ ദിനവും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഈ പ്രപഞ്ച സൃഷ്ടാവിനെ ഓർക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അവൻ്റെ വർണ്ണനാതീതമായ പ്രവൃത്തികളെക്കുറിച്ച് മനസ്സിലാക്കുകയും ഓർമ്മിക്കുകയും വേണം.
ഇത്രയൊക്കെ ചെയ്ത ദൈവം ഒരു കാര്യം കൂടി മനുഷ്യന് വേണ്ടി ചെയ്തു. മനുഷ്യൻ പാപത്തിൽ മുഴുകിയപ്പോൾ അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു യാഗമാകുവാൻ. അത് മനുഷ്യന് വേണ്ടി എലോഹിമിൽ നിന്ന് യഹോശുവ മിശിഹായിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ്. പ്രപഞ്ച സൃഷ്ടാവും രക്ഷകനുമായ ആ യേശുക്രിസ്തു അവിടുന്ന് ആരാണ്? അതിൻ്റെ ഉത്തരം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആമേൻ.